ഭരണഘടന കുന്തമാണോ കൊടച്ചക്രമാണോ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഭരണഘടനയെ ആക്ഷേപിച്ച വിവാദത്തിൽപ്പെട്ട സജി ചെറിയാൻ അതിലും വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് രാജിവെച്ചു, തിരിച്ചെടുത്തു, വലിയ കാര്യമൊന്നുമില്ല കേസിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ഹൈക്കോടതി അതെടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പറഞ്ഞു. മന്ത്രി പെട്ടില്ലേ? അതെ, പെട്ടു. രാജിവെക്കണ്ടേ? രാജിവെക്കണം. കാരണം നേരത്തെ രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. പിന്നെ ഈ മര്യാദയോ അന്തസ്സോ ഒന്നും ഈ സജി ചെറിയാൻ്റെ പാർട്ടിക്കില്ല. ഇനി ഇവിടെ മുഴുവൻ ഒരുപാട് ബഹളം ഉണ്ടായി നന്നായി നാറിയിട്ടൊക്കെ രാജിവെക്കുള്ളൂ. അതിന് മുമ്പ് ഈ അന്തസ്സോ മര്യാദയോ ഈ വിവേകമോ യുക്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ രാജിവെക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂർവ്വസ്ഥിതിയിലേക്ക് പോയി. ഇപ്പോൾ അന്ന് കേസൊന്നും ഇല്ല, പോലീസിനെ കൊണ്ടൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി, എന്നിട്ട് പോലീസ് അത് കൊടുത്തു, കോടതി കേസില്ല എന്നൊക്കെ പറഞ്ഞു. ആ അവസ്ഥയിൽ നിന്ന് മാറി കേസുണ്ട് എന്നുള്ള അവസ്ഥ വന്നു. ഇപ്പോൾ ഹൈക്കോടതി വിധിയോടുകൂടി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പറഞ്ഞു, കേസ് ഉണ്ട് എന്ന് വന്നു. അപ്പൊ അന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ അതിപ്പോ ഉണ്ട്, കുറച്ചുകൂടി സീരിയസ് ആയി, കുറച്ചുകൂടി ഗൗരവം വന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞത് എന്താന്നൊക്കെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അതൊക്കെ പറഞ്ഞത്? മാത്രമല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന അന്വേഷണം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ്. അതിന് സത്യസന്ധനായ പോലീസുകാരെ നിയോഗിക്കണമെന്നും കോടതി പറഞ്ഞു. അപ്പോൾ പോലീസുകാരിൽ സത്യസന്ധരല്ലാത്ത ഓഫീസർമാരുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ട് അത്ര തൃപ്തികരമല്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് തൃപ്തികരമല്ല, അത് പാർട്ടിക്ക് വേണ്ട പോലീസുകാരാണ് അന്വേഷിച്ചത്. കോടതി വേറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഇവരിൽ നിന്നും മൊഴിയെടുത്തിട്ടില്ല. പോലീസ് വീഡിയോകൾ നോക്കിയിട്ടില്ല, പോലീസ് പ്രസംഗം മുഴുവൻ നോക്കിയിട്ടില്ല. ഇയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഇങ്ങനെ ഒരു കാര്യമായ അന്വേഷണവും ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. ആകെ വെള്ള പൂച്ചുന്നൊരു പരിപാടിയേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പോലീസ് റിപ്പോർട്ട് മൊത്തത്തിലങ്ങ് തള്ളി, കോടതി തള്ളിയിരിക്കുകയാണ് അന്നത്തെ. അതുകൊണ്ട് പുതുതായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ ഒരു പ്രഭാഷണ പരമ്പരയുടെ അവസാനമാണല്ലോ ഈ പറയുന്നത്. ആ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. മാത്രമല്ല, ഇത് നമുക്ക് ഫേസ്ബുക്കിൽ അവൈലബിൾ ആയിരുന്നല്ലോ ഈ പ്രസംഗം. അങ്ങനെ തന്നെ എന്താണ് പറഞ്ഞിരുന്നത്, കോപ്പി അടിച്ചതാണ്, മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടന കോപ്പി അടിച്ചതാണ് നമ്മുടെ ഭരണഘടന. ഇത് മുഴുവൻ ഇത് മുഴുവൻ പല തട്ടിപ്പുകൾക്കും വഴിവെക്കുന്നതാണ് ഈ ഭരണഘടന എന്നൊക്കെ പറഞ്ഞു. ഞാനത് പറയേണ്ട ആ വാചകങ്ങൾ പറയുന്നത് പോലും തെറ്റായതുകൊണ്ടാണ് ഞാൻ പല കാര്യം കുന്തം കൊണച്ചക്രം മാത്രം പറഞ്ഞിട്ട് ഈ മറ്റു കാര്യങ്ങൾ ഞാൻ പറയാതിരുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ പൈതൃകത്തിൽപ്പെട്ടാണത്. അതുകൊണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി, മുമ്പ് കോർട്ടലക്ഷ്യത്തിന് EMS ശിക്ഷിക്കപ്പെട്ടൊരു സംഭവമാണ്. അതെ, ആ കോർട്ടലക്ഷ്യത്തിന് കാരണമായിട്ട് EMS പറഞ്ഞ വാചകങ്ങൾ കോടതിക്കെതിരെ ഞാൻ വായിക്കാൻ പോവാം. 1967 നവംബർ 9 മുഖ്യമന്ത്രിയാണ് EMS. മുഖ്യമന്ത്രിയായിരുന്ന ഇയാൾ മന്ത്രി മാത്രമാണല്ലോ. മുഖ്യമന്ത്രിയായിരുന്ന EMS തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനമാണ് അന്ന് കോർട്ടലക്ഷ്യ കേസിന് ഇടയാക്കിയത്. EMS പറഞ്ഞത്, കോടതി മർദ്ദനോപകരണമാണ്. ജഡ്ജിമാർ വർഗവിദ്വേഷത്താലും വർഗ താല്പര്യത്താലും വർഗ മുൻവിധികളാലും നയിക്കപ്പെടുന്നവരാണ്. കോടതിയും അങ്ങനെ നയിക്കപ്പെടുന്നവരാണ്. നന്നായി വസ്ത്രം ധരിച്ച കുടവയറനായ പണക്കാരനും കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച നിരക്ഷരനായ വ്യക്തിക്കും തെളിവുകൾ ഒരുപോലെ ബാധകമാണെങ്കിൽ കോടതി സഹജമായും പണക്കാരന് അനുകൂലമായി നിൽക്കും. കീറിപ്പറഞ്ഞ വസ്ത്രത്തിൻ്റെ കൂടെയല്ല, കുടവയറിൻ്റെ കൂടെയാണ് നിൽക്കുക, പണക്കാരൻ്റെ കൂടെ. ഇതാണ് കോടതിക്കെതിരായ അതിനിന്ദ്യമായി ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ നിലപാടാണ് ശരി, ഇതാണ് മാർക്സിസത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇതാണ് വർഗ പോരിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനമാണ്. അതാണല്ലോ സജി ചെറിയാനും ചെയ്താണെന്ന് പറയുന്നത്. കാരണം പണക്കാരൻ്റെ കൂടെ കോടതി നിൽക്കൂ എന്നുള്ളതാണല്ലോ സജി ചെറിയാനും പറയുന്നത്. ഇത് 1000 രൂപ ഹൈക്കോടതി പിഴ വിധിച്ചു അന്ന്.
അപ്പീലിൽ സുപ്രീം കോടതിയിൽ ഹിദായത്തുള്ളയാണ് ഇത് കേട്ടത്. ഹിദായത്തുള്ള അപ്പീലിൽ ഇത് മറ്റേ സുപ്രീം കോടതി ശിക്ഷ 50 രൂപയാക്കി. പക്ഷെ EMS ചെയ്തത് വൃത്തികേടാണെന്ന് ഹിദായത്തുള്ള സുപ്രീം കോടതിയിൽ വിധിച്ചു. വൃത്തികേടാണ്. മാത്രമല്ല കോടതിയിൽ എല്ലാവരും കോടതിയിൽ ഒരു ദരിദ്രനായ ഒരാൾ ജഡ്ജിയാകാൻ പാടില്ല. അതെ, കോടതികളുടെ വിശ്വാസ്യത തകർത്ത് കളഞ്ഞതാണ്. കൊടവേറന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോടതി എന്നല്ലേ പറഞ്ഞത്. ഈ ഇത് ഞാൻ അന്ന് ഈ മല്ലപ്പള്ളിയിലെ പ്രസംഗം കേട്ടപ്പോഴും EMSൻ്റെത് ഓർത്താണ്. EMS മാത്രമല്ല AKGയും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ലോ ജേർണലിലൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് EMS ഞാൻ ചെയ്തതാണ് ശരി. കാരണം വർഗ വിശകലനം ആ വാക്കാണ് എനിക്ക് കിട്ടാതെ. വർഗ വിശകലനം ഇങ്ങനെയാണ്. അതുകൊണ്ട് സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇന്ന് പ്രസംഗം ഏഷ്യാനെറ്റിലൊക്കെ ഞാൻ കണ്ടതാണ്. മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിൽ ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. സുനിൽ പറഞ്ഞ പോലെ ഞാനും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ അത് പറയുന്നത് തന്നെയാണ് നല്ലത്. ആളുകൾ അറിയട്ടെ, ആളുകൾ മറന്നുപോയെങ്കിൽ ഓർമ്മിക്കട്ടെ. EMS പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ഈ വർഗം എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ കുറെ നാളായി പാർട്ടിയുടെ ജാഥകളൊന്നും ഇല്ല കാര്യമായി. ഉണ്ടെങ്കിൽ അതിനകത്ത് തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി വർഗം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യങ്ങളില്ല. അതൊന്നുമില്ല. അത് പോയി. പിന്നെ ചുമന്ന നിറത്തിൽ മാത്രമൊന്നുമല്ല ഈ പരിവാൾ ചുറ്റിയ നക്ഷത്രം വരയ്ക്കുന്നത്. ശ്രദ്ധിക്കാറില്ലേ? പച്ചയിലൊക്കെ ധാരാളം ഉണ്ട്. പച്ച കൊടിയിലും ഒക്കെ ഉണ്ടോ? ഞാനൊരു ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറത്തെ ഒരു സ്ഥലത്ത് പച്ചക്കൊടി പച്ചയില് അരിവാൾ ചുറ്റിയ നക്ഷത്രം വരച്ചിട്ടൊരു കടയുടെ മുകളിൽ. അത് CPI-M എന്നുള്ളതിന്റെ M പുതുതായിട്ട് വ്യാഖ്യാനിച്ചു വന്നാണ്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടി ഇപ്പോൾ സജി ചെറിയാൻ എന്ത് തൊഴിലാളി വർഗ പാരമ്പര്യമുള്ളത് അങ്ങനെ എണ്ണി നോക്കണം. നമ്മൾ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി ഇവരൊക്കെ എലീറ്റ് സ്കൂളുകളിൽ JNU പോലെയുള്ള സ്ഥാനങ്ങളിൽ പഠിച്ച് എന്ത് തൊഴിലാളി വർഗം ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ, ഒരു ജാഥ നടത്തിയിട്ടുണ്ടോ, ഒരു കൃഷിക്കാരൻ്റെ നൊമ്പരം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പാർട്ടി വന്നിട്ട് ഇപ്പോൾ ബ്യൂറോക്രസി, NGOകൾ, റിട്ടയർഡ് ഭരണഘടന വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബൂർഷോകൾ വേണ്ടേ മുകളില്? അത് ശരിയാ. അല്ല, ഈ പറയുന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു SC/ST വിഭാഗത്തിന് ഒരാൾ വന്നത്? അങ്ങനെ ആലോചിക്കണം. അതെ, പോളിറ്റ് ബ്യൂറോയിലും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നില്ല. ഹനൻമുള്ള വന്നല്ലോ. ഹനൻമുള്ള, മുഹമ്മദ് സലീം വന്നു. അല്ല, കുറെ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അടിസ്ഥാന തൊഴിലാളി വർഗത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എത്ര പേർ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പോൾ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രിയുടെ പേരെന്താ? കേളു. ഏത് അദ്ദേഹം SC/STക്ക് ആദ്യമായിട്ട് വകുപ്പില്ലാണ്ടായി അല്ലേ? പട്ടികജാതി വിഭാഗത്തിന് ഇല്ലാണ്ടായി. അങ്ങനെ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ പാർട്ടിക്കകത്ത് എത്ര SC/ST നേതാക്കന്മാരുണ്ട്? കോൺഗ്രസിന് 2 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന എത്ര ആളുകൾ, ചുമട്ടുകാർ, കർഷക തൊഴിലാളികൾ, ഇങ്ങനെയുള്ള എത്ര പേർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്? വരില്ല. കാരണം അത് ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പം റിട്ടയേർഡ് NGOമാർ നയിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. പ്രൊലിറ്റേറിയൻ എന്ന ക്ലാസ് ഇല്ല. ഉണ്ടെങ്കിൽ അവർ ജാഥാ തൊഴിലാളികൾ മാത്രമാണ്. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് സജി ചെറിയാനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്ന് തന്നെ വളരെ ഒരു ധൃതിയിൽ കൊണ്ടുവന്നതാണ്. അതെ, പിണറായി പേരിനൊന്ന് രാജിവെപ്പിച്ചു, പിന്നെ അടുത്ത 6 മാസത്തിനകം തിരിച്ചെടുത്തു. ഇപ്പോൾ വീണ്ടും രാജിവെക്കേണ്ടി വന്നാൽ അന്ന് തിരിച്ചെടുത്തതിന് ന്യായം പറയും. ഒന്നും പാർട്ടിക്കില്ല, ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പ്രസ് ക്ലബിൽ വേറെന്തോ കാര്യം പറയാനായിട്ട് വന്ന സജി ചെറിയാൻ, നിങ്ങൾക്ക് അതല്ലേ അറിയേണ്ടത്? ഞാൻ രാജിവെക്കാൻ പോകുന്നില്ല. ഞാൻ അന്ന് രാജിവെച്ചതോടുകൂടി ആ ധാർമ്മികതയുടെ പ്രശ്നം തീർന്നു. സജി ചെറിയാൻ പറയാ, അതെങ്ങനെയാണ് ധാർമ്മികതയുടെ പ്രശ്നം തീരുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ ഈ കോടതി അന്വേഷിച്ച ധാർമ്മികതയുടെ പ്രശ്നം ഓരോ സെക്കൻഡിലും ഒരു പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടത്. ഓരോ സെക്കൻഡിലും ഉണ്ട്. അത് മാത്രമല്ല, ഇനി കോടതി പറയുക ആൾ കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ അപ്പോഴും രാജിവെക്കണ്ട. ഞാൻ അന്ന് രാജിവെച്ചായിരുന്നു. അന്ന് ഒരു തവണ ഞാൻ രാജിവെച്ചല്ലോ. ഒരു വർഷത്തിൽ എത്ര തവണ രാജിവെക്കും? ഒരു വിഷയത്തിൽ അങ്ങനെയുണ്ട്. നമ്മുടെ ഒരു ക്രിമിനൽ നിയമത്തിൽ അങ്ങനെയാണ്. ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം 2 തവണ 2 FIR പാടില്ല എന്നൊക്കെ ഉണ്ട്. അതെ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ആ ന്യായത്തിലാണ് ഞാൻ എത്ര തവണ രാജിവെക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതായാലും വല്ലാതെ അപഹാസ്യമാണ്.
പിന്നെ നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പ്രശ്നം വെച്ചാൽ സജി ചെറിയാനെ പോലെയുള്ള ആളുകളൊക്കെ രാഷ്ട്രീയ രംഗത്ത് നന്നായി പ്രവർത്തിച്ചു വന്നവർ, പക്ഷേ ഈ മൈക്ക് കിട്ടുമ്പോൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട്. അതാണ് നാവിന് ലൈസൻസ് ഇല്ല. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി വന്നു ഭവിക്കുന്ന കുഴപ്പങ്ങളാണ്. മാത്രമല്ല ഇതൊക്കെ ഈ ഷിസോഫ്രീനിയുടെ ഭാഗം എന്താണെന്നറിയോ? ഇയാളൊക്കെ ബൂർഷ്വ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ആളാണ്, എന്നിട്ട് മറ്റേ ക്ലാസ് പറയാണ് പ്രോലിറ്റേറിയനിസം പറയാ. ഇരട്ടത്താപ്പല്ലേ ഇത്? അതെ, ഇതിലെന്ത് സത്യസന്ധതയുള്ള. എങ്കിൽ പോലും ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തായിരിക്കണം എന്നുള്ളൊരു ജാഗ്രത വേണം. ആ ജാഗ്രത ഇല്ലായ്മ പലപ്പോഴും CPM-ൻ്റെ നേതാക്കന്മാർക്ക്, CPM-ൻ്റെ മാത്രമല്ല, പൊതുവേദിയിലിരിക്കുന്ന പൊതുസ്ഥാനങ്ങളിലിരിക്കുന്ന പബ്ലിക് ഓഫീസുകളിലിരിക്കുന്ന പലർക്കും സംഭവിക്കുന്നുണ്ട്. ഈ ഭരണഘടനയെ കാത്ത് സൂക്ഷിക്കുന്നില്ല BJP എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണഘടനയോട് എന്തൊരു ആദരവാണല്ലേ CPM-നും സജി ചെറിയാനും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ? അതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ CPI-യിൽ ഉണ്ടായിരുന്ന K. ദാമോദരൻ, C. രാജേശ്വർ റാവു, C. അച്യുതമേനോൻ, ഇവരൊക്കെ അവിഭക്ത പാർട്ടിയുടെ പാലക്കാട് പാർട്ടി കോൺഗ്രസിൽ നിലപാടെടുത്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന്. അതാണ് വലിയ തർക്കത്തിലേക്ക് പോയത്. അവിടെ വെച്ചിട്ട് പിന്നെ ബദൽ പ്രമേയമൊക്കെ വന്നു. പാലക്കാട് പാർട്ടി കോൺഗ്രസിൽ വെച്ചിട്ടാണ് പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴാണ് ഇവർ അംഗീകരിച്ചിട്ട് വേണോ ജനങ്ങള് അംഗീകരിക്കാൻ? അല്ല, ഇങ്ങനെയുള്ള ചരിത്രപരമായ വിഡിതങ്ങളിലൂടെ കടന്നുപോയൊരു പാർട്ടിയാണ്. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് സജി ചെറിയാൻ്റെ സമയം ഭയങ്കര മോശം സമയമാണ്. കാരണം നമ്മുടെ മന്ത്രിസഭയിൽ ഇങ്ങനെ ഗ്രഹപ്പിഴ വന്നൊരു മന്ത്രിയില്ല അല്ലേ? ഏതായാലും ഗവർണർ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ്. അദ്ദേഹം പക്ഷേ ഞാൻ ഉടനെ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് അത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നിയേ. അദ്ദേഹത്തിന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാജിവെച്ചില്ലെങ്കിൽ ഇത് പുലിവാലാവൂത്. രാജിവെക്കണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. കാരണം മുമ്പത്തേക്കാൾ ഗുരുതരമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവുമാണത്, മുമ്പത്തേക്കാൾ ഗുരുതരമാണ്. കാരണം ഒബ്സർവേഷൻസ് വന്നു, കോടതിയുടെ നിരീക്ഷണം വന്നു, പോലീസിനെ കുറിച്ച് വന്നു, പിന്നെ ഈ കമൻസ് വന്നു. എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്? അത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഹൈക്കോടതി. നമ്മുടെ KP വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായില്ലേ, CG ജഗൻ എന്ന് പറഞ്ഞ ജഡ്ജി ചെറിയ എന്തോ ഒരു പരാമർശം പറഞ്ഞപ്പോഴാണ് വിശ്വനാഥൻ രാജിവെച്ചു പോയത്. ഞാൻ വിശ്വനാഥൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ പോകുമ്പോൾ, രാജിവെച്ച ശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറി ചെയ്യണമല്ലോ, പോകുമ്പോൾ പുള്ളി പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ സങ്കടമായിരുന്നു. ചെറിയ പരാമർശത്തില്ല. അല്ല, ഈ രാഷ്ട്രീയക്കാർക്ക് വനം മന്ത്രിക്ക് ചന്ദനലോബിയുമായി ഉണ്ടെന്നുള്ള ആരോപണം സത്യമാണെങ്കിൽ, അതായത് ഇഫ് ദ അലിഗേഷൻസ് ആർ ട്രൂ, എനിക്കറിയാം, ഞാനത് റിപ്പോർട്ട് ചെയ്യാം. നമ്പാടൻ വിശ്വനാഥനെ എന്തോ കാര്യത്തിൽ അത് അതിൻ്റെ ഒരു തമാശയുണ്ട്. ഈ ഹൈക്കോടതി, ഞാനന്ന് ഹൈക്കോടതിയിൽ നിയമകാര്യ ലേഖകനാണ്. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ ഓരോ ചേംബറിലേക്ക് ഓരോരുത്തരാണ് പോകുന്നത്. അന്ന് ഈ ജഡ്ജ്മെൻറ്റ് കോപ്പി ഇത് എഴുതിക്കൊണ്ട് വന്ന ഞാനാണ് അത് അവിടെ ചേംബറിൽ പോയി ശ്രീജഗൻ്റെ ജസ്റ്റിസിൻ്റെ മുറിയിൽ നിന്ന്, ശ്രീജഗൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, അവിടെ ചേംബറിൽ നിന്ന് അത് എഴുതിയെടുത്തു. അന്ന് അദ്ദേഹം ജൂനിയർ ജഡ്ജായിരുന്നു. അതായത് ഹൈക്കോടതിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് മാറി ഒരു അനക്സ് ഉണ്ട്, അവിടെയാണ് ഇത് ചെന്ന് ചേംബറിൽ പോയിടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ഇതുപോലെ നമ്മുടെ ഗ്രീൻ മാറ്റ് പോലെ പച്ച തുണിയടിച്ച് ഗ്രീൻ മാറ്റിൻ്റെ ഇപ്പുറത്തിരുന്നിട്ടാണ് ജഡ്ജ്മെൻ്റ് എടുത്ത് നമ്മൾ സ്റ്റെനോഗ്രാഫറുടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ എഴുതിക്കൊണ്ട് വന്നു. നമ്മളെല്ലാവരും കൂടെ മീഡിയ റൂമിൽ വന്ന് ഓരോരുത്തരും 10-20 കോടതി ഉണ്ടല്ലോ, ഓരോരുത്തരും ഓരോരുത്തരുടെ കയ്യിലുള്ളത് വായിക്കും. അന്ന് ആ ജഡ്ജ്മെൻറ്റ് എഴുതിക്കൊണ്ട് വന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് മന്ത്രിയെ രാജിവെപ്പിച്ചതിൻ്റെ ഒരു പങ്ക് എനിക്കുണ്ട്. രാജിവെച്ചേ പറ്റൂന്ന് ഞാൻ കമൻ്ററി എഴുതിയിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇത്തരം മര്യാദകളൊക്കെ പലപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സജി ചെറിയാനോട് പറയാനുള്ളത്, മാന്യന്മാരായ മന്ത്രിമാർ ഉണ്ടായിരുന്നു. KP വിശ്വനാഥൻ പക്ഷേ അതോടെ രാഷ്ട്രീയമായി അസ്തമിച്ചു പോയി. അതും കാരണം അതിനകത്ത് രാജിവെക്കാൻ മാത്രം ബന്ധമുണ്ടെങ്കിൽ ഈഫ് ഉണ്ടായിരുന്നു. അതെ, മന്ത്രിക്ക് ബന്ധമുണ്ടെങ്കിൽ മന്ത്രിക്ക് ബന്ധമുണ്ട്, അതുകൊണ്ടെന്നല്ല. അപ്പോൾ അത്രയും പോലും മാന്യത കാണിച്ച ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു KP വിശ്വനാഥൻ. അപ്പോൾ സജി ചെറിയാനിൽ നിന്നും രാഷ്ട്രീയ മാന്യത വേണം, ഭരണഘടനയോടുള്ള ബഹുമാനവും വേണം എന്ന് നമുക്ക് ആശിക്കാം. മാന്യതയുടെ ഒരു തരിമ്പെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കുന്ന തിരിച്ചു വരാമല്ലോ. അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് 2 മാസം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ 2 ആഴ്ചയ്ക്കും കൊടുക്കണമെന്ന് പറയുക,
വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് തിരിച്ചു വരാമല്ലോ. അല്ല, ഇത് മറ്റേ അണ്ടർവെയർ കേസ് പോലെ തന്നെയാണ് ഇത്. വ്യാജ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കോടതി എടുത്ത് കളയും. ഇതിപ്പോ കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഇനി മറ്റേ തട്ടിക്കൂട്ട് റിപ്പോർട്ട് പറ്റില്ല. ക്രൈംബ്രാഞ്ച് മേടിച്ചു. അതുകൊണ്ട് തിരിച്ചുവരവൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോൾ സജി ചെറിയാൻ അറിയായിരിക്കും. അതാണ് കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നത്. അതെ, വെയിറ്റ് ആൻഡ് സീ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.